വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി. ഇന്ന് നമ്മളെ ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മളെ ഗാർഡൻ വരുന്നത് ഇങ്ങനെ കേട്ടോ, ഈ ഭാഗത്തൊക്കെ. പക്ഷേ ഈ മതിലിൻ്റെ ഈ ഭാഗത്ത് ഫുൾ പ്ലെയിൻ ആട്ടോ. ഇവിടെ നമ്മൾ വേറൊരു ചെടി നട്ടിട്ടുണ്ട്, പക്ഷേ അതിങ്ങനെ മേലോട്ട് ഹൈറ്റ് വെച്ച് പോയതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഫില്ലായിട്ട് തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ തന്നെ ഉണ്ട് കലാത്തിലൂത്തിയ. അപ്പോൾ അതൊന്ന് ഇങ്ങോട്ട് മാറ്റി നടാനുള്ള പരിപാടി കേട്ടോ. ഇന്നത്തെ ഗാർഡൻ പരിപാടിയാണ് ഇതൊക്കെ. നമ്മൾ കുറച്ച് കലാത്തിലൂത്തിയനെ ഇങ്ങോട്ട് മാറ്റി നടാൻ വേണ്ടി പോവാണേ. നമ്മൾ ഈ വോളിൻ്റെ അടുത്ത് അല്ലേ, അതിന് വേണ്ടി കുഴികളൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുക. പറിച്ചാൽ കിട്ടുമോ? ഇതാണ് നമ്മളെ ഈ ഏരിയയിലുള്ള കലാത്തിലൂത്തി കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ തിക്കായിട്ട് വന്നിട്ടുണ്ടോ പുതിയതൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് സൈഡിലേക്ക് കയറി നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ചെറിയ മുള വന്നിട്ടുള്ള വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് കലാത്തിലൂത്തിയാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് തൈകൾ വാങ്ങിച്ച് നട്ടതാണ്, പക്ഷെ എന്നാലും ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വേര് നല്ല അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെയുള്ള ചെടികളൊക്കെ പറിച്ചു കിട്ടും. അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടത് നട്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ 2 പ്ലാന്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഹെലിക്കോണിയും കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മളിവിടെയുള്ള ചെടികൾ വളർന്നതിന് തന്നെ പറിച്ചെടുത്ത കേട്ടോ. അപ്പോൾ ഇത് ചെടികൾ പോയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അടുത്ത സ്ഥലത്താണ് അവിടെ അല്ലേ, നോക്കാം. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചെടി പറിച്ച കേട്ടോ. ഇത് നമ്മൾ ഈ പോർച്ച് വണ്ടിയൊക്കെ നിർത്തുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇവിടുത്തെ ഒന്നും ഇല്ല, അവിടെ എല്ലാം അതേപോലെ തന്നെ എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് വളർന്നു നിന്നതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ ഹെലിക്കോണി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, മതിലിൻ്റെ തൊട്ടടുത്തേക്കായിട്ട്. നല്ല മണ്ണ് ഭയങ്കര ഡ്രൈ ആണല്ലേ. ഓക്കെ ആണോ? നമ്മളിതാ ഏകദേശം ഇവിടെയൊക്കെ ഇത്രയും നട്ടു കേട്ടോ. ഇനി ഇവിടെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇങ്ങനെ നട്ട് ഫില്ലായിക്കൊണ്ടിരിക്കാം. ഹെലിക്കോണിയ ലാസ്റ്റ് ഉള്ളതും കൂടെ വെച്ചു അല്ലേ, ഫില്ലായി ഏകദേശം ഈ ഭാഗത്ത്. അപ്പോൾ ഈ മതിലിൻ്റെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. ആദ്യം തന്നെ കലാത്തിലൂത്തിയേനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ മതിലിൻ്റെ ആ കവർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും അത് നന്നായിട്ട് വളർന്നാൽ മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ശരിക്കും കലാത്തിലൂത്തിയേനെ ഇങ്ങനെയല്ല വിത്ത് മുളപ്പിച്ചിട്ടാണ് നടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ട് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഫൈനലായിട്ട് നമ്മളെ കലാത്തിലൂത്തിയും ഹെലിക്കോണിയും ഒക്കെ നട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ശരിക്കും ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒന്നെങ്കിൽ ഒരു പെബിൾസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഗ്രീൻ കളർ പുല്ല് ഒന്ന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് പ്ലാന്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോഴേ ആ ഏരിയ ഒന്ന് ഫുൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു പ്ലാൻ നോക്കുന്നുണ്ട്. അങ്ങനെയും കൂടെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഭാഗം ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും ഞങ്ങൾ മുന്നിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഈ വോളിലും ഇങ്ങനെ ക്രീപ്പർ പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എന്താ പറയുക, നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു ഫെയ്ഡ് ആവുന്ന സമയത്തുള്ള ഒരു ഭംഗിക്കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചിലവും കുറയും, ഇടയ്ക്ക് പെയിൻറ്റ് അടിക്കുകയും വേണ്ട, എന്നാൽ നമ്മളെ ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ആ പ്ലാന്റ്സിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നട്ടു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്.
ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗത്തുള്ള മതിലുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് തൈകൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതും അതേപോലെ നല്ലൊരു പ്ലാന്റാണ്, വലിയ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. ചെറുത് ഇങ്ങനെ വാങ്ങിച്ചതിന് വീണ്ടും വളർന്നു വന്നേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കുഞ്ഞു തൈകൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അത് നല്ല വലിയ പോട്ടിലൊക്കെ നമുക്ക് സിമെൻറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അല്ലാതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.